ശ്രീ ജയചന്ദ്രൻ, ഇതാ ഇപ്പോ ഭരണഘടനാ ലംഘനമാണ്, രാഷ്ട്രീയ അമിതാധികാര പ്രയോഗമാണ്, അത് ഏകകേന്ദ്രീകൃതമാണ് എന്ന വിമർശനം സഖ്യകക്ഷി തന്നെ ഉന്നയിക്കുകയാണ്. എന്ത് രാഷ്ട്രീയ മറുപടി പറഞ്ഞ് ന്യായീകരിക്കും? മാതൃഭൂമിയുടെ ചർച്ച കാണുന്ന പ്രേക്ഷകർ, ഇന്നത്തെ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച കാണുന്ന പ്രേക്ഷകർ വ്യക്തതയില്ലാതെ ധരിച്ചേക്കാനിടയുള്ള ഒരു പ്രശ്നം NEP 2020 ആദ്യമായി ഉണ്ടായ ഒരു പ്രതിഭാസമാണ് എന്നുള്ള നിലയിൽ ഒരു വ്യക്തതയില്ലായ്മ ഉണ്ടാവാം എന്നുള്ളതുകൊണ്ട് ആ കാര്യം ഒന്ന് പറയേണ്ടതുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാകുന്നത് 2020 അത് 1968 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അതിനുശേഷം 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ രണ്ടാമത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നു. മാതൃഭൂമിയുടെ ചർച്ച കാണുന്ന പ്രേക്ഷകർക്കോ കേരളത്തിൽ വാർത്ത കാണുകയും പത്രം വായിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർക്കോ ഒന്നും ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആദ്യമായിട്ടുണ്ടാകുന്നു എന്നൊരു സാങ്കേതികമായ സംശയത്തിന് പോലും ഇടയുണ്ടാകുകയില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന 2020 തന്നെ ഇപ്പോഴത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടായതാണ്. പക്ഷേ 2025 നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത്രയും കാലം, ഈ 5 വർഷക്കാലം നമ്മൾ അതിനെ എതിർത്ത് നിൽക്കാൻ പറഞ്ഞ ന്യായങ്ങൾ ഈ സർക്കാരിനുണ്ടായിരുന്നു. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ആരാണ് PM ശ്രീ കൊള്ളില്ലെന്ന് പറഞ്ഞത്? CPM. ആരാണ് PM ശ്രീ കൊള്ളാം എന്ന് ഇപ്പോൾ പറയുന്നത്? CPM. അതൊക്കെ പറയണോ? അങ്ങ് പറഞ്ഞു ഇന്ദിരാഗാന്ധി നടപ്പിലാക്കി എന്നുള്ളത്. ഇന്ദിരാഗാന്ധി നടപ്പിലാക്കുമ്പോൾ അതിനെ ചെറുക്കാൻ കഴിയുമായിരുന്ന രാഷ്ട്രീയ അധികാരം ഇവിടെയുണ്ട്. അതൊന്നും സംഭവിച്ചില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷവും SFIയുടെ നേതാക്കളൊക്കെ പറഞ്ഞത് ഇതിൽ സംബന്ധിച്ച് ആശങ്കയുണ്ട്, അതൊക്കെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കും എന്നുള്ളതാണ്. ഒരാശങ്കയും അറിയിച്ചതായി കാണുന്നില്ല. ആകെ ABVP-ക്കാർ പോയി അനുമോദിച്ചു എന്നുള്ളതാണ് അറിയുന്നത്. ഇവൻ ശരിയല്ല. അതെ, നിങ്ങളുടെ താല്പര്യവും ലക്ഷ്യവും എന്താണെന്ന് അറിയാത്ത ആളൊന്നുമല്ല ഞാൻ. ബാക്കിയുള്ളവർക്കെല്ലാം എത്രത്തോളം ഗവൺമെന്റിനെ പരിഹസിക്കാമോ, പ്രത്യേകിച്ച് പിണറായി വിജയനെ വിമർശിക്കാമോ, അതിനൊക്കെയുള്ള അവസരം സസുഖം കൊടുക്കുക. നിങ്ങൾക്ക് പറയാനുള്ളത് വിമർശകർ ഇരിപ്പുണ്ടല്ലോ, കൂടെ ഇരിപ്പുണ്ടല്ലോ, അവരുടെ വിമർശനങ്ങൾ മാത്രം കേട്ട് സൂപ്പിച്ചാൽ മതിയല്ലോ ആൾക്കാരെ. എന്തിനാണ് വെറുതെ ഇങ്ങനെ വെറുതെ ഇരുത്തുന്നത് ഈ ചർച്ചയിൽ? ഒരാവശ്യമില്ല അതിന്റെ. താങ്കളുടെ ചോദ്യത്തിന് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ മാനസികകത്തു കൊണ്ട് ഞാൻ മറുപടി പറയാം. ഞാൻ വിശ്വസിക്കുന്ന, നിങ്ങളാണ് വിശ്വസിച്ചില്ലെങ്കിലും എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തുലക്കടോ. ഇതൊരു പുതിയ നയമാറ്റം ഇല്ല, പുതിയ നയം അംഗീകരിക്കേണ്ട കാര്യവുമില്ല. അങ്ങനെ ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുമെങ്കിൽ അത് അവരുടെ മാത്രം തോന്നാൻ LDFന്റെ ഉത്തരവാദിത്വം അല്ല. അത് ഇവിടെ പിണറായി വിജയന്റെ തലയിറക്കണം, അതാണല്ലോ പ്രശ്നം. പക്ഷെ അങ്ങനെ തല കിട്ടുന്നില്ല. എന്നെ തൊട്ടാൽ കേന്ദ്ര സർക്കാർ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കും. CPI-യുടെ തർക്കം അതൊരു മുന്നണി ബന്ധമാണെന്നേ. അതിനകത്ത് ഗാഠമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ ഗാഠമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെയാണ് നയം വെച്ച് പൊതുനയം രൂപീകരിച്ച് മുന്നണി ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത്. അവിടെ വരുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ അവർക്ക് അറിയുകയും ചെയ്യും, പരിഹരിക്കുകയും ചെയ്യും. അത് നാളെ മറ്റന്നാൾ പരിഹരിച്ചോളും. അങ്ങനെ വെച്ചാൽ മതി. അത് എങ്ങനെ പരിഹരിക്കും? ഇത് ഒപ്പിട്ട് പാടാൻ പറ്റുമോ? ശിവൻകുട്ടി മാറി എന്ന് പറഞ്ഞില്ലേ? അങ്ങനൊന്നും പറഞ്ഞ് ആരെയും പേടിപ്പിക്കാൻ വരണ്ട, നാമം കെടുത്താനും വരണ്ട. അങ്ങോട്ട് മാറി എന്ന് അറിയാം. ചെയ്തതിന് ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഉത്തരവാദിത്വം എന്താണ്? LDFന്റെ പൊതുനയത്തിലാണ് ഈ 82 സെൻട്രലി സ്പോൺസേർഡ് സ്കീമും കേരള സർക്കാരിലെ വിവിധ വകുപ്പുകൾ അംഗീകരിച്ചിട്ടുള്ളതും ആ പണം വാങ്ങിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. 100% പദ്ധതികളാണ്. ഇടയ്ക്ക് ഷാജിരാഘവൻ പറഞ്ഞല്ലോ, അദ്ദേഹം തെറ്റായിട്ടാണ് പറഞ്ഞത്. ഞാനത് വിമർശിക്കുകയോടെ ചെയ്തുകൊണ്ട് പറയുകയാണ്. 100% സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് നെല്ല് സംഭരണ പദ്ധതി. എന്നിട്ട് പൈ മുഴുവൻ ആർക്കാണ്? പൈ മുഴുവൻ പിണറായി വിജയന്. എവിടെ പൈസ ചോദിക്കുന്ന ആരാണ്? കോൺഗ്രസ്സുകാർ ചോദിക്കുന്നുണ്ട്, BJP-ക്കാർ ചോദിക്കുന്നുണ്ട്, ബാക്കി സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശക പക്ഷങ്ങൾ ചോദിക്കുന്നുണ്ട്. എവിടെ പൈസ? പക്ഷെ 100% സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് ഈ സ്കീം. ഏത് നെല്ല് സംഭരണ പദ്ധതി? പറയില്ല, ആരും പറയില്ല. അല്ലെങ്കിൽ ഇവരെ തങ്ങളുടെ ആശയങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ ഈ നാട്ടിൽ. ഞാൻ ഇടപെടുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്, വിമർശനങ്ങളെ മാത്രം കേൾക്കാനാണെങ്കിൽ ഇടതുപക്ഷം ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ചർച്ചയിലേക്ക് അങ്ങ് ഇത്ര ബഹുമാനത്തോടെ വിളിക്കേണ്ട കാര്യമില്ല. എല്ലാവരും വിമർശിച്ച് പാടിപ്പോകട്ടെ എന്ന് വിചാരിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, 82-ൽ 81-നും പ്രശ്നമില്ല, ഇതിന് മാത്രമേ പ്രശ്നമുള്ളൂ. ആരാണ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്? മാധ്യമങ്ങളാണോ പറഞ്ഞത്? കോൺഗ്രസ് ആണോ പറഞ്ഞത്? മറ്റേതെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരോ മറ്റാരെങ്കിലും ആണോ പറഞ്ഞത്? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അങ്ങേക്ക് ഇനിയും കേൾക്കണോ? ഇത് പ്രശ്നമാണ്, ഇത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് SFI നേതാക്കളടക്കം നാട് മുഴുവനും മൈക്കേട്ടി പറഞ്ഞില്ലേ? ഈ പറഞ്ഞത് വിഴുങ്ങുമ്പോൾ മറ്റുള്ളവരും വിഴുങ്ങണം എന്ന് പറയുന്നത് എങ്ങനെയാണ്?
ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇപ്പോഴും PM ശ്രീ മോശമാണ് എന്നോ അത് സംഘപരിവാർ അജണ്ടയാണെന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ചാണോ ചർച്ച നടത്തുന്നത്? അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് എന്ന ചോദ്യമല്ലേ വീണ്ടും ചോദിക്കുന്നത്? ആയിക്കോട്ടെ, നിങ്ങളുടെ വിമർശനങ്ങൾക്ക് സ്വാഗതം, സുസ്വാഗതം. അതില് ഞാൻ എപ്പോഴും വിമർശനങ്ങളോട് വിയോജിക്കുന്ന ആളെയല്ല, യോജിക്കുന്ന ആളാണ്. നമ്മളൊരു കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തില് കേന്ദ്ര സർക്കാരിന് ഒരു നയം രൂപീകരിക്കാൻ അധികാരമില്ലെന്ന് നമ്മൾ പറഞ്ഞില്ല. സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളൊന്നും കേരളം നടപ്പിലാക്കിയിട്ടില്ല. ഇത് ആദ്യത്തെ പദ്ധതിയാണെന്ന് നമ്മൾ പറഞ്ഞില്ല. അതല്ലല്ലോ എല്ലാ സെൻട്രലി സ്പോൺസേഡ് സ്കീം വന്നപ്പോഴും നമ്മളിങ്ങനെ എതിർക്കുകയും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറയുകയും ചെയ്തു. അതുപോലെ ഒരു ആരോഗ്യ വകുപ്പിൽ ഒരു കളർ അടിക്കണം എന്ന് പറഞ്ഞു, ഒരു ബോർഡ് വെക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണെങ്കിലും അതിന്റെ പേരിൽ തർക്കം പിടിച്ച് ഫണ്ട് കളയേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കാം. കരിക്കുലം അങ്ങനെയല്ല, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെയല്ല. എന്താ കാര്യം? ഇവിടുത്തെ ജനങ്ങളുടെ എന്റേതുൾപ്പെടെയുള്ള ഇൻകം ടാക്സിന്റെ ഫണ്ട് എടുത്തിട്ടാണ് ഇത് വിനിയോഗിക്കുന്നത്, അല്ലാതെ ഇവരാരും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. ഈ ഫണ്ട് കൊടുക്കാൻ എന്തിനാണ് കരാർ? ഇവര് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തലാണ് ഉദ്ദേശമെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ, അവരുടെ കക്കൂസ് മെച്ചപ്പെടാൻ, അവരുടെ ലാബ് മെച്ചപ്പെടാൻ, അവരുടെ ലൈബ്രറി മെച്ചപ്പെടാൻ എന്തിനാണ് നിങ്ങൾക്ക് കരാർ? എന്താ ഉറക്കം വരുന്നു. അപ്പൊ ഇന്നലെ വരെ എതിർത്തിട്ട് കടലാസ് എടുത്ത് നീട്ടിയിട്ട് മന്ത്രി ശിവൻകുട്ടി ചോദിക്കുക, നിങ്ങൾ നോക്കി ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതിലൊരു കുഴപ്പവും ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ജൂൺ 30 അവിടെ നിന്ന് പ്രസംഗിച്ചത് രാജ്യത്തിന് അപകടമാണെന്ന് പ്രസംഗിച്ചത് എന്തിനാണെന്ന് പറയണം. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. നിങ്ങൾ ഇത്ര നാളും പറ്റിക്കുകയായിരുന്നോ അതോ ഇപ്പോൾ പറ്റിക്കുകയാണോ? ഏതെങ്കിലും ഒന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അത് ഇന്നലെ വരെ പറഞ്ഞതാണോ? നിങ്ങളുടെ ദേശീയ നേതൃത്വം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ? അതോ നാളെ മുതൽ പറയാൻ പോകുന്നതാണോ എന്നുള്ളത് ജനങ്ങളോട് പറയുകയാണ് ചെയ്യേണ്ടത്. കേസുമായി മുന്നോട്ട് പോയി നിയമവഴി സ്വീകരിക്കാൻ തീരുമാനിച്ച് ജനങ്ങളോട് പരസ്യമായി പറഞ്ഞ വിഷയത്തിൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് എന്ത് മാറ്റമുണ്ടായി എന്നറിയാൻ വിവരാവകാശമുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് രാജാവിന് പ്രീതി തോന്നി എന്ന് പറഞ്ഞാൽ കഴിയില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അവിടുത്തെ ഈ കൊടികെട്ടിയ നേതാക്കന്മാർ ഒന്നും അറിഞ്ഞില്ല. സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല, സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ല, കേന്ദ്ര നേതാക്കന്മാർ അറിഞ്ഞില്ല. അവർക്കെന്ത് പ്രസക്തി? പ്രസക്തിയുള്ള ഒരാൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. അവർ അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായി കുറെ പേര് ഇവിടെ വിചാരിക്കുകയാണ്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാണ്. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള മന്ത്രിമാരാണ് ക്യാബിനറ്റിൽ വരുന്നത്. അവർക്ക് വകുപ്പ് വിഭജിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ക്യാബിനറ്റാണ് സുപ്രീം. അങ്ങനെ ക്യാബിനറ്റിന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഇതുപോലെ ഒരു വകുപ്പ് സെക്രട്ടറിയെ വിട്ടിട്ട് ഒപ്പിടിയിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് കേരളത്തിൽ പിണറായി വിജയൻ ശക്തി ആർജിച്ചു തുടങ്ങുന്ന സമയം മുതൽ തുടങ്ങിയതാണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ADB വായ്പ മുഖ്യമന്ത്രി അറിയാതെ തദ്ദേശ ഭരണ വകുപ്പിന്റെ സെക്രട്ടറി പോയി ഡൽഹിയിൽ പോയി ഒപ്പിട്ടതാണ്. നമ്മൾ പരിശോധിച്ചാൽ മതി, നമ്മളതൊക്കെ അന്ന് ചർച്ച ചെയ്തതാണ്. അന്ന് പാർട്ടി സെക്രട്ടറിയാണ് എല്ലാം. ഇന്ന് പാർട്ടി സെക്രട്ടറി അറിയുന്നില്ല, ഇന്ന് മുഖ്യമന്ത്രിയാണ് എല്ലാം. സഖാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രിയെ ചെക്ക്മേറ്റ് ചെയ്യാൻ വേണ്ടി 5 മന്ത്രിമാരുടെ സമിതി വെച്ച് ക്യാബിനറ്റിലേക്ക് ഔട്ട് ഓഫ് അജണ്ട കാര്യങ്ങൾ വന്നാൽ പോലും ഈ 5 മന്ത്രിമാർ പരിശോധിച്ച ശേഷം മാത്രമേ ക്യാബിനറ്റിൽ പാസ്സാക്കാവൂ എന്ന് നിർദ്ദേശം കൊടുത്തിരുന്ന ആളാണ്. പാർട്ടി അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല, മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ല എന്ന് ഷടിച്ചിരുന്ന അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി അറിയണ്ട, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയണ്ട, ഇതിന്റെ മന്ത്രിമാർ അറിയണ്ട, ജനറൽ സെക്രട്ടറി അറിയണ്ട. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാം. ഇതിൽ ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ, നമ്മൾ പറയുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷമായി കേരളത്തിന്റെ മുന്നിൽ ഇടതുപക്ഷ നിലപാടുകൾക്ക് വേണ്ടി അങ്ങേയറ്റം പൊരുതും എന്ന് അവകാശപ്പെടുന്ന ഈ പാർട്ടിയുടെ പല വക്താക്കളും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, കാര്യം പലരും മൗനമായിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പലരും എന്താണ് ചെയ്യുന്നത്? അവര് PM ശ്രീക്കെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ മുതൽ നേരെ തിരിഞ്ഞ് അതിനെതിരെ സംസാരിക്കുകയാണ്. നമ്മൾ ഈ ഉളുപ്പെന്നൊക്കെ പറഞ്ഞ ഉളുപ്പിന് ഉളുപ്പ് തോന്നും. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.